13.4 സെന്റ് സ്ഥലത്തിൽ 2350 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള PWD റോഡ് ഫ്രണ്ടേജിലിരിക്കുന്ന കിണർ വെള്ള സൗകര്യമുള്ള നല്ലൊരു വീട് പാലാ പൊൻകുന്നം റോഡിൽ പൈക ടൗണിന് സമീപത്തായിട്ട് ടൗണിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരത്തോളം 2 കിലോമീറ്ററിനടുത്ത് ദൂരത്തോളം PWD റോഡ് തന്നെ പോയി കഴിയുമ്പോൾ PWD റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. ചോദിക്കുന്ന വില 94 ലക്ഷം രൂപ മാത്രം. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. നമുക്കൊരു ശാന്തസുന്ദരമായിട്ട് ജീവിക്കുവാനായിട്ട് പറ്റുന്ന രീതിയിൽ വീതിയുള്ള ടാർ റോഡ് സൈഡിൽ വീടുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഇതാ ഒരു ഉത്തരം. അതുപോലെ തന്നെ നല്ലൊരു 4 ബെഡ്റൂം വീട്, വലിയ വിലയില്ലാത്ത 4 ബെഡ്റൂം വീട് വേണം എന്ന് ചോദിക്കുന്നവർക്ക് ഇതാ ഇവിടെ ഒരു ഉത്തരമുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, വില്ല പോലെയുള്ള സെറ്റപ്പ് വേണ്ട എന്ന് പറയുന്നവർക്ക് ഇതാ ഇവിടെ ഒരു ഉത്തരമുണ്ട്. ഈ വീടാണ് ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരം. അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും ശ്രദ്ധിക്കുക. വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ തന്നെ നമ്മൾ കണ്ടു. നല്ല ഭംഗിയുള്ളൊരു എലവേഷനാണ് കാണിച്ചിരിക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ PWD റോഡ് സൈഡിൽ, എപ്പോഴും വാഹനം ഓടുന്ന റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന ഈ വീട് നല്ലൊരു റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഒരു വിരിഞ്ഞിരിക്കുന്ന നല്ലൊരു അടിപൊളി വീടാണ്. കാർ പോർച്ച് ഏത് വലിപ്പമുള്ള വണ്ടിയും കയറ്റിയിടാൻ പറ്റുന്ന രീതിയിൽ വലിപ്പമുള്ള കാർ പോർച്ചാണ്. ഇവിടെ ഒരു ഗാർഡനൊക്കെ ചെയ്യുവാനായിട്ടുള്ള സ്പേസ് മുറ്റം അളന്ന് കെട്ടിത്തിരിച്ചിട്ടപ്പോൾ ലഭിച്ചിട്ടുണ്ട്. വാസ്തുവെല്ലാം നോക്കി ചെയ്തിരിക്കുന്ന വീടാണ് ഇത്. നമുക്ക് ബാക്ക് സൈഡിലേക്കും ചുറ്റുവട്ടത്തിലേക്കൊക്കെ ഒന്ന് പോകാം. നല്ല സ്പേസ് ഉണ്ട്. ബാക്ക് സൈഡിലൊക്കെ ഉണ്ട്. നല്ല ഏരിയ, നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നല്ല ഒരു ഭൂമിയാണ് ഇത്. അപ്പോൾ ഇത് ഒരു അലക്കുകല്ല് നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് കിണർ വരിക. അപ്പോൾ ഇവിടെ കിണർ, അതുപോലെ തന്നെ കിണറിൽ ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന ഒരു മേഖലയാണ്. നമ്മൾ ടാർ റോഡ് കണ്ടു. ലൈൻ വരച്ചു പോയ PWD റോഡ് തന്നെയാണ് ടാർ റോഡായിട്ട് വന്നിരിക്കുക. വീണ്ടും നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് എലവേഷനിലേക്ക് വന്നു. ഫ്രണ്ട് എലവേഷൻ അടിപൊളിയാണ്, ക്യൂട്ടാണ്. നല്ലൊരു കളറൊക്കെ കൊടുത്തുകൊണ്ട്, എന്നാൽ നമുക്ക് എപ്പോഴും നോക്കി നിൽക്കാൻ തോന്നുന്ന രീതിയിലുള്ള നല്ലൊരു കളർ കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുക. വീഡിയോയിൽ കാണുന്നതിലും മനോഹരമാണ് നേരിട്ട് കണ്ടാൽ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇവിടെ ഫ്രണ്ട് മുറ്റം മുഴുവൻ സ്റ്റോൺ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സിറ്റ് ഔട്ട്, വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുക. തേക്കിൻ തടികളാൽ നിർമ്മിതമായ ജനൽപ്പാളികൾ നമുക്കിവിടെ കാണാം. ഫ്രണ്ട് ഡോറ് തേക്കാണ്. അതുപോലെ തന്നെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മനോഹരമായ ഇൻറ്റീരിയർ വർക്കുകൾ നമുക്കിവിടെ കാണാം. ഇവിടെയാണ് ഡബിൾ പാളി ഡോറാണ് ഈ ഫ്രണ്ട് ഡോറ് കൊടുത്തിരിക്കുക. ഡബിൾ പാളി ഡോർ എന്ന് പറയുന്നത് തന്നെ ഒരു മനോഹരമാണ്, വീടിൻ്റെ ഒരു അഴക് കൂട്ടുന്നതാണ്. ഇവിടെ നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് മനോഹരമായ ഇൻറ്റീരിയർ വർക്കുകൾ, ജിപ്സം വർക്കുകൾ, അതിലേക്ക് നല്ല സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ ഒട്ടിച്ച് നല്ല പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തുകൊണ്ട് നല്ലൊരു ക്യൂട്ടാക്കി എടുത്തിരിക്കുന്ന സ്വീകരണ മുറി. അവിടെ നിന്ന് നമ്മളൊരു പാർട്ടീഷൻ വർക്ക് കാണാം. അവിടെ ചെറിയൊരു രൂപക്കൂടാണ് സെറ്റ് ചെയ്തിരിക്കുക. രൂപക്കൂട് നല്ല രൂപക്കൂടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഹോളും ഡൈനിങ്ങും തമ്മിലുള്ള ഒരു പാർട്ടീഷൻ വർക്കാണ് ഈ കാണുന്നത്. മനോഹരമായ പാർട്ടീഷൻ വർക്ക്. അത് അവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെയും മനോഹരമായ ഒരു ഇൻറ്റീരിയർ വർക്കുകൾ ഉണ്ട്. മുകളിലോട്ട് കയറുവാനുള്ള സ്റ്റെയർ കേസ് ഈ ഡൈനിങ് ഹാളിൽ നിന്നാണ് കൊടുത്തിരിക്കുക. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, താഴത്തെ നിലയിൽ തന്നെ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ കിച്ചണും വർക്ക് ഏരിയയൊക്കെ ഉണ്ട്. ഇവിടെയാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുക. വാഷ് കൗണ്ടറിന് നല്ല മനോഹരമായി ചെയ്തെടുത്തിരിക്കുന്ന വാഷ് കൗണ്ടർ, അതുപോലെ തന്നെ തേക്കിൻ തടി കൊണ്ടുള്ള ഡോറുകൾ തന്നെയാണ് എല്ലാ ബെഡ്റൂമിനും കൊടുത്തിരിക്കുക. ഇവിടെ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. കർട്ടൻ വർക്ക് സഹിതം മുഴുവൻ വർക്കുകളും ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്ന നല്ലൊരു വീടാണ് ഇവിടെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയ ആണ്. ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ഹാൻഡ് ഷവർ സഹിതം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
കൂടുതലായിട്ട് നമുക്ക് നേരിൽ വരുമ്പോൾ കാണാം. ഈ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ് ഇവിടെ എല്ലായിടത്തും കൊടുത്തിരിക്കുക. നല്ല ടൈല് വർക്കുകൾ, ടൈലെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ എന്ന് തന്നെയാണ് ഇവിടിനെ പറ്റി പറയാനായിട്ടുള്ളത്. കാരണം അതുപോലെ നല്ല ക്യൂട്ടായിട്ടും നല്ല ഭംഗിയായിട്ടും അതുപോലെ ക്വാളിറ്റി കൂട്ടിയും ചെയ്തിട്ടുണ്ട് നല്ല വീടായിട്ട്. ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ കാണുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. എ സിയുടെ പോയിൻ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എ സിയുടെ പൈപ്പും കാര്യങ്ങളും എ സി പ്ലഗ് ചെയ്യുവാനായിട്ടുള്ള പവർ പ്ലഗ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുക. ഇവിടെ നല്ല ഒരു അകത്തെ ഒരു വേറൊരു കളർ കോഡ് ഒരു ഡിസൈനൊക്കെ വരച്ച് ബെഡ്റൂമുകൾ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സോളാർ വാട്ടർ ഹീറ്റർ, വി ഗാർഡിൻ്റെയൊക്കെ സോളാർ വാട്ടർ ഹീറ്റർ 28 രൂപയ്ക്കായിരുന്നു നേരത്തെ റേറ്റ്. ഇപ്പോൾ റേറ്റ് കൂടിയോ എന്നറിയില്ല. അപ്പോൾ 28,000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സോളാർ വാട്ടർ ഹീറ്റർ നമുക്ക് ലഭിക്കും. അത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലും ചൂടുവെള്ളം വരാവുന്ന രീതിയിലാണ് പ്രൊവിഷൻ കൊടുത്തിരിക്കുക. കാരണം നമ്മൾ പിന്നീട് ഒരിക്കൽ ഈ പൈപ്പൊക്കെ വെട്ടി ഭിത്തിയൊക്കെ വെട്ടിത്തുളച്ച് ഒരു ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് കണക്ഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്ന ബിൽഡേഴ്സ് ഇതുപോലെ നല്ല ഒരു രീതിയിൽ തന്നെ അതൊക്കെ ചിന്തിച്ച് ചെയ്തെടുക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം ഈ സ്റ്റെയർ കേസിന് സമീപത്തായിട്ട് തന്നെയാണ്. എല്ലാ ബെഡ്റൂമിൻ്റെയും ഡോറുകൾ തേക്കാണ്. മൂന്നാമത്തെ ബെഡ്റൂമിലും ഒരു വേറൊരു ഡിസൈൻ കളറ് ഒരു എക്സ്ട്രാ ഒരു ഭാഗത്തിന് കൊടുത്തിട്ടുണ്ട്. ഒരു ബെഡ് ഇട്ടിട്ട് രണ്ട് സൈഡിലും സ്വിച്ച് കൊടുക്കാം, ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് 2350 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. 13.4 സെൻറ്റ് സ്ഥലമാണ്. 13.25 സ്ഥലത്തിൻ്റെ അളവ്. PWD റോഡ് ഫ്രണ്ടേജിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വാല്യുവേഷൻ, ബാങ്കുകളുടെ ലോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യുവേഷൻ കൂടുതലിടാൻ സാധിച്ചേക്കും ചിലപ്പോൾ. കാരണം ഇത് PWD റോഡ് സൈഡിലിരിക്കുന്ന പ്ലോട്ട്. സെക്കൻഡ് പ്ലോട്ടാണെങ്കിൽ ഇതിലും വില കുറഞ്ഞു പോകില്ലേ. ഫസ്റ്റ് പ്ലോട്ടിന് കിട്ടുന്ന വില ഒരിക്കലും സെക്കൻഡ് പ്ലോട്ടിന് കിട്ടില്ലല്ലോ. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടുന്ന് നമുക്ക് ടൗണിലേക്ക് പോകുവാനായിട്ട് ഏകദേശം ഇവിടെ അടുത്തൊരു 500 മീറ്റർ എന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം വീട്ടിൽപ്പെട്ട സാധനങ്ങൾ മേടിക്കുവാനായിട്ടുള്ള പലചരക്ക് പച്ചക്കറിയൊക്കെ മേടിക്കുവാനായിട്ടുള്ള കടകളുണ്ട്. വീണ്ടും നമ്മൾ ടൗണിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 കിലോമീറ്ററിനടുത്ത് ദൂരമാണ്. ഏത് ടൗണിലേക്കാണ്? പൈക ടൗണിലേക്ക് പോകാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ടൗണുകളിലേക്കൊക്കെ പോകാം. പൈക എന്ന് പറഞ്ഞാൽ പാലായിക്കായാലും വലിയ മാർക്കറ്റാണ്. ഹോസ്പിറ്റൽ, സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ, വെജിറ്റബിൾ ഷോപ്പുകൾ, അതുപോലെ ഫിഷ് മാർക്കറ്റ് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള ടൗണാണ്. ഇനിയും നമുക്ക് PWD റോഡ് തന്നെ വന്നാൽ മതി. പാല ടൗണിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരവും ആണ് ഇവിടുത്തെ ദൂരം. നമുക്കിവിടുന്ന് ഹൈ റേഞ്ച് ഭാഗത്തേക്കൊക്കെ പോകുവാനായിട്ട് എളുപ്പമുള്ള വഴികളാണ്. വീണ്ടും നമ്മൾ ഇവിടുന്ന് മെഡിസിറ്റി മാർസലിവ ഹോസ്പിറ്റലിലേക്ക് പോകുവാനായിട്ട് വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും. മുത്തോലി ബ്രില്യൻ്റ് കോളേജിലേക്ക് പോകുവാനായിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ഒരു 10 മിനിറ്റ് സമയം കൊണ്ടൊക്കെ എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുടെയും നടുക്ക് സ്ഥിതി ചെയ്യുന്ന വീട്. അങ്ങനെ 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമും നമ്മൾ കണ്ടു. ഇനി ഇത് മനോഹരമായൊരു കിച്ചണിലേക്കാണ് പ്രവേശിക്കുന്നത്. മൾട്ടിവുഡ് ഉപയോഗിച്ച ഒരു മോഡുലാർ കിച്ചൻ്റെ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന കിച്ചണാണിത്. അവിടെ ഇലക്ട്രിക് ചിമ്മിനി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ ജിപ്സം വർക്കൊക്കെ ചെയ്ത് ഈ കിച്ചണും അതിമനോഹരമാക്കി എടുത്തിരിക്കുന്നതാണ്. ലൈറ്റ്, ഫാന്, ഫാൻസി ലൈറ്റുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഹാളിലും ഡൈനിങ്ങിലും ബെഡ്റൂമിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള കിച്ചനാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുകയാണ്. വർക്ക് ഏരിയ ഇതാണ്. നമുക്ക് കബോർഡ് വർക്കുകൾ, ഇഷ്ടംപോലെ കബോർഡ് വർക്കുകൾ. ഇവിടെയാണ് ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റ് വരിക. വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഇവിടെ കബോർഡ് വർക്കുകളും റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ്, അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് നമുക്ക് എക്സ്ട്രാ സ്പേസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിച്ചൺ അടിപൊളി കിച്ചനാണ്. അപ്പോൾ പൊതുവേ നമ്മൾ സാധാരണ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളും ടോയ്ലറ്റുകളുടെ ദൃശ്യങ്ങളെല്ലാം കണ്ടിട്ട് നമ്മൾ കിച്ചൺ കൊണ്ടാണ് നമ്മളെ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുന്നത്.
ഇന്ന് നമ്മൾ നേരെ കയറി പോവുകയാണ്. എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഈ കാണുന്ന സ്റ്റെയർ കേസ് വഴി മുകളിലേക്ക് കയറി പോവുകയാണ്. സ്റ്റെയർ കേസ് വഴി മുകളിലേക്ക് കയറി പോകുമ്പോഴാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വരിക. നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റെയർ കേസ്, വീടിന് അകത്തോടെ സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഹൈലൈറ്റാണ്. നമ്മൾ നേരെ സ്റ്റെയർ കേസ് കയറി മുകളിലെത്തി. ഇവിടെ ഒരു ഡോറ് കാണുന്നുണ്ട്. നേരെ നോക്കുമ്പോൾ ഗ്ലാസിൻ്റെ വർക്ക് കാണുന്നുണ്ട്. ഈ ഗ്ലാസിൻ്റെ വർക്കിലൂടെ ഇതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് നേരെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇത് ഇവിടെ ഒരു ടി വി റൂമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ടി വി റൂമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഒരു ഹോം തിയേറ്ററൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടി വി റൂമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഡോറ് തുറന്ന് നോക്കിക്കഴിയുമ്പോൾ ഇവിടെ ഓപ്പൺ ടെറസ് ഏരിയയാണ്. വീണ്ടും ടി വി യൂണിറ്റിൻ്റെ സൈഡിൽ വേറൊരു ഡോറുണ്ടായിരുന്നു. ആ ഡോറൊന്ന് തുറന്ന് നോക്കിയാൽ നമ്മൾ നേരെ ബാൽക്കണിയിലേക്ക് പോയി നേരെ PWD റോഡ് കണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.